ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു വീക്കെൻഡായിട്ട് ഷാർജയിൽ തന്നെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് തന്നെ ചിന്തിച്ചപ്പോൾ മനസ്സിലെത്തിയ ഒരു സ്ഥലമാണ് മജാസ്. അൽമജാസിൽ കുറേ മുന്നേ നമ്മൾ പോയിട്ടുണ്ടായതാണ്. പണ്ട് പോയതിൽ നിന്ന് നല്ല ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഈ കാണുന്നത് പോലെ തന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഒക്കെ പുതിയതായിട്ട് വന്നതാണ്. പക്ഷേ അടിപൊളി സംഭവമാണ്. കുട്ടികൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്രയും മാത്രം കളിക്കാനുണ്ട്. പണ്ട് ഈ ഒരു അൽമജാസ് വാട്ടർ ഫ്രണ്ടിൽ വാട്ടർ ഫൗണ്ടൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവാറുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് കൊണ്ടുവന്ന് ആഴ്ചയിൽ ഒരു ദിവസമായി. പിന്നെ നമ്മൾ അങ്ങനെ പോകാറില്ല ഈ ഒരു സ്ഥലത്തേക്ക്. പക്ഷേ ഓൾ ഇൻ ഓൾ പ്ലേസ് ആണ്. കളിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ പ്ലേ ഏരിയാസ്, പിന്നെ ബോട്ട് റൈഡ്സ് ഉണ്ട്. പിന്നെ ഫുഡിനാണെങ്കിൽ കുറേ റെസ്റ്റോറൻറ്റ്സും കഫേസും അവൈലബിൾ ആണ്. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ പോയാൽ എല്ലാം കിട്ടുന്നതെന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. പാർക്കിനാണെങ്കിൽ വലിയൊരു സ്ഥലം തന്നെയുണ്ട്. കളിക്കാനാവട്ടെ, ഫുഡ് കഴിക്കാനാവട്ടെ, എന്തെങ്കിലും ആവട്ടെ. ഇവിടെ ഈ കാണുന്നത് പോലെ തന്നെ ഒരു അടിപൊളി പള്ളിയുണ്ട്. പിന്നെ ഈ വരിയായിട്ട് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഒരു നൈറ്റ് വൈബൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. ആകെ കൂടിയുള്ള ചെറിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പാർക്കിങ്ങിൻ്റെയാണ്. റോഡ് സൈഡ് പെയ്ഡ് പാർക്കിംഗ് അവൈലബിൾ ആയിട്ടുണ്ട് ഇഷ്ടംപോലെ തന്നെ. പക്ഷേ പ്രശ്നം ദൂരെയൊക്കെ കിട്ടുന്നതാണെങ്കിൽ നമ്മൾ കുറേ നടക്കേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ സാറ്റർഡേ ആണ് ഇവിടെ പോയിട്ടുണ്ടായത്. പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയർ ഫയർ വർക്സിനൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്നാണ് മെയിനായിട്ട് ഷാർജേൻ്റെ ഫയർ വർക്സ് ഉണ്ടാവാറ്. പക്ഷേ ആ ടൈമൊക്കെ ടൈറ്റായിട്ടുള്ള പാർക്കിംഗ് ആയിരിക്കും. വളരെ ബുദ്ധിമുട്ടായിരിക്കും പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ വന്ന് നിൽക്കേണ്ടി വരും, സാധാരണ സ്ഥലത്ത് പോലെ തന്നെ. പിന്നെ ഈ കാണുന്നത് പോലെ തന്നെ ബോട്ട് റൈഡ്സ് അവൈലബിൾ ആണ്. 30 മിനിറ്റ്സത്തേക്ക് 100 ദിറത്തിൻ്റെയും 130 ദിറത്തിൻ്റെയും ബോട്ട് റൈഡ് ഉണ്ട്. ബോട്ട് റൈഡ് അല്ലാതെ ഈ കാണുന്നത് പോലെ തന്നെ സൈക്കിൾസും വേറെ വണ്ടികളൊക്കെ റെൻറ്റിന് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. നടക്കേണ്ട ആൾക്കാർക്ക് നടക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വല്ല വണ്ടി എടുത്തിട്ട് പോകേണ്ട ആൾക്കാരാണെങ്കിൽ അതുപോലത്തെ ഓപ്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടായത് ഒരു പ്രൈവറ്റ് കമ്പനി നടത്തുന്ന ഒരു ഇൻഡോർ പ്ലേ ഏരിയ ആണ്. അത് കംപ്ലീറ്റ്ലി ഇൻഡോർ ആണ്. ഈ കാണുന്നതൊക്കെ ഔട്ട്ഡോർ പ്ലേ ഏരിയയുടെ കൂട്ടത്തിൽ വരുന്നതാണ്. ഇവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ എല്ലാ ഫൺ സിറ്റിയിലൊക്കെ കാണുന്നത് പോലെ ഒരു ഹാപ്പി ലാൻഡ് ആണെന്ന് തോന്നുന്നു. ആ ഒരു കാർഡ് പർച്ചേസ് ചെയ്യണം. എന്നിട്ട് അതിൽ വേണ്ട എമൗണ്ടിന് റീചാർജ് ചെയ്തതിന് ശേഷം ഓരോരോ റൈഡ്സിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന ഓരോരോ റൈഡ്സിനും ഓരോരോ എമൗണ്ടാണ്. ആ ഒരു പ്രൈസൊക്കെ ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ നമുക്ക് അതിന് വേണ്ടുന്ന ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഈ കാണുന്ന ബിഗ് ബലൂൺ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഈ ഒരു ബിഗ് ബലൂണിൻ്റെ ചാർജ് വരുന്നത് 100 ദിറം പെർ പേഴ്സൺ ആണ്. പക്ഷേ ഇത് എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതല്ല. കാറ്റിൻ്റെ കണ്ടീഷൻ, അതായത് വെതർ കണ്ടീഷനൊക്കെ നോക്കിയിട്ടാണ് ഇവർ ഇന്ന് ഉണ്ടാവോ ഇല്ലേന്ന് പറയുന്നത്. നമ്മൾ പോയ ആ ദിവസം മോശം വെതർ ആയതുകൊണ്ട് ഇന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോയിട്ട് അവർക്ക് മെസ്സേജ് അയക്കണം. ഏതെങ്കിലും ഒരു ദിവസം മെസ്സേജ് അയച്ചിട്ട് ഇന്ന് അവൈലബിൾ ആവുമോ എന്ന് ചോദിച്ചിട്ട് അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ടേക്ക് പോയാൽ മതി. ഈ ഒരു പ്ലേ ഏരിയ എത്തിയപ്പോൾ തന്നെ യുവകുട്ടിക്ക് ഭയങ്കര ആവേശമായി. അതുകൊണ്ട് നമ്മളും ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു 2 റൈഡ് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ ഫുൾ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു 2 റൈഡിലും കയറിയിട്ട്. ഈ കയറിയ 2 റൈഡ്സും ഇതിൻ്റെ റേറ്റ് വരുന്നത് 15 ദിറമാണ്. വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. അത്യാവശ്യം സ്പീഡാണ്. ഓവർ സ്പീഡും അല്ല, തീരെ സ്പീഡില്ലാതെയും ഇല്ല. വളരെ ചെറിയ കുട്ടികൾക്ക് പറ്റുന്നത് പോലത്തെ സ്പീഡ് കുറഞ്ഞ റൈഡ്സും ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് വലിയ കുട്ടികൾക്ക് പറ്റുന്നത് പോലത്തെ സ്പീഡ് കൂടിയ റൈഡ്സും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു ഈവനിങ് വാക്കിനൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. എത്ര ആൾക്കാരുണ്ടെങ്കിലും വലിയ ഏരിയ ആയതുകൊണ്ട് നമുക്ക് ക്രൗഡഡ് ആയിട്ട് ഫീൽ ചെയ്യത്തേ ഇല്ല. ആദ്യം ഒരു ചെറിയ പ്രശ്നം തോന്നിയത് വെളിച്ചം കുറവാണ്. അതായത് ഈ നടക്കുന്ന ഏരിയയിലൊക്കെ വളരെ ഡിം ലൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ഈ കാണുന്നത് പോലെ തന്നെ വാട്ടർ ഫൗണ്ടൻ ആണ്. ഒരു പ്രത്യേകതരം ലുക്കാണ്, കിട്ടില്ല ലുക്ക് തന്നെയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അൽമജാസ് വാട്ടർ ഫ്രണ്ടിലെ കാഴ്ചകൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ. പിന്നെ എൻ്റെ ഈ ചെറിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ. ഇതുവരെ എല്ലാത്തിനും കട്ടയ്ക്ക് കൂടെ നിന്ന എല്ലാ ഫ്രണ്ട്സിനും വലിയൊരു താങ്ക്സ്. ഇനിയും അങ്ങോട്ടും ഇതേപോലെ തന്നെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അപ്പം വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ അടുത്ത ആഴ്ച പുതിയൊരു സ്ഥലവുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.